കോഴിക്കോടാണ് കൊടുവള്ളിയിൽ ഭാര്യാപിതാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. കൊടുവള്ളി സ്വദേശി ദിൽക്കർ അലിയാണ് ഭാര്യാപിതാവിനെ ആക്രമിച്ചിട്ടുള്ളത്. യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ വെച്ച് കൈയാണ് കൊടുക്കുന്നത്. ഇവിടെ 2 ഭാഗത്ത് കടിച്ച് ഇവിടെ കടിച്ച് വണ്ടിൻ്റെ അതിന് ലിവർ എടുക്കുന്നതാണ് ഇത്. ആദ്യം വീശി പിന്നെ വച്ച് അത് ഇവിടെ കൊണ്ട് ശരത്ത് എസ് ചേരുകയാണ്. ശരത്ത്, അപ്പോൾ ഭാര്യാപിതാവിനെ വെട്ടി സഹോദരനെ ക്രൂരമായി മർദ്ദിച്ചു. ഇവരുടെ പരിക്ക് ഗൗരവമുള്ളതാണോ? ഇതെപ്പോഴാണ് ഈ സംഭവം? ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഇയാൾ ലഹരിക്ക് അടിമയാണോ? ശരത്ത്, പ്രതി ലഹരിക്കടിമയാണ് എന്നുള്ള പരാതി നേരത്തെ തന്നെ ഈ പരിക്കേറ്റ അബ്ദുൾ മജീദിന്റെ മകൾ പോലീസിൽ പരാതിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതിയിലുണ്ടായ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഈ പരാക്രമണത്തിന് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പറയുന്ന പോലെ അബ്ദുൾ മജീദിന്റെ വീട്ടിലേക്ക് മകളുടെ ഭർത്താവായ ദിൽക്കർ അലി ഇത്തരത്തിൽ അതിക്രമിച്ച് കയറി വരികയായിരുന്നു. കയ്യിൽ ഒരു കത്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന ദിൽക്കറിനെ ഈ ഭാര്യയുടെ പിതാവ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. ഈ ഘട്ടത്തിലാണ് പിതാവിന് നേരെ ആക്രമണം ഉണ്ടായത്. പിതാവിന്റെ കൈക്കാണ് വെട്ടേറ്റിട്ടുള്ളത്, ഇടത് കൈക്കാണ് വെട്ടേറ്റത്. അങ്ങനെ ഭാര്യാപിതാവിനെ ആക്രമിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഭാര്യയുടെ സഹോദരൻ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ ദിൽക്കറിനെ പിടിച്ചു മാറ്റാനായിരുന്നു സഹോദരൻ ശ്രമിച്ചത്. പക്ഷേ സഹോദരനെയും ആക്രമിക്കുകയാണ് ഉണ്ടായത്. സഹോദരന്റെ നെഞ്ചിനടക്കം കടിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. മാത്രമല്ല വീടിന്റെ ജനൽച്ചിലുകളടക്കം അടിച്ചു തകർത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ പരാക്രമം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ 2 പേർക്ക് പരിക്കേൽക്കുകയും വീടിന്റെ ജനൽച്ചിലുകളടക്കം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അടിച്ചു തകർക്കുന്നതിനിടയിൽ തന്നെ ഈ ദിൽക്കറിന്റെ കൈക്കും മുറിവേറ്റിട്ടുണ്ട്. അതായത് ജനലിന്റെ ഗ്ലാസ് ചില്ല് കുടുങ്ങിയിട്ടാണ് ദിൽക്കറിനും കൈക്ക് പരിക്കേറ്റിട്ടുള്ളത്. പിന്നീട് കൊടുവള്ളി പോലീസ് വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തി ഇയാളെ പിടികൂടുകയാണ് ഉണ്ടായത്. നിലവിൽ എന്തായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദിൽക്കർ അലിക്കെതിരെ ഭാര്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് ഇയാൾ ലഹരിക്കടിമയാണ്, കൊട്ടേഷൻ സംഘവുമായൊക്കെ തന്നെ ബന്ധമുണ്ട് തുടങ്ങിയതായിരുന്നു പരാതി. ഈ പരാതിയാണ് ഈ അക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രതികാരത്തിലേക്ക് കലാശിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിതാവിനെ ആക്രമിക്കുന്നതിലേക്ക് തന്നെ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട്. ശരി, കോഴിക്കോട് കൊടുവള്ളിയിലാണ് ലഹരിക്കടിമയായ മരുമകൻ ഭാര്യാപിതാവിനെയും അതോടൊപ്പം ഭാര്യാ സഹോദരനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്.